Science. പ്രിൻസേ, നാളത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? ശിശുദിനമല്ലേ ഗ്രാൻഡ്പാ? മിടുക്കൻ. കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഗ്രാൻഡ്പാ. ഈ ദിവസം നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണെന്ന് അറിയാമല്ലോ. അറിയാം ഗ്രാൻഡ്പാ. നമ്മൾ കഴിഞ്ഞ ശിശുദിനത്തിന് ചെയ്തതുപോലെ എന്തെങ്കിലും പ്രോഗ്രാംസ് ഉണ്ടോ ഗ്രാൻഡ്പാ? അത് തന്നെയാണ് ഗ്രാൻഡ്പാ പറഞ്ഞുകൊണ്ട് വന്നത്. നാളെ വായനശാലയുമായി ബന്ധപ്പെട്ട് ഞാൻ തീർത്തും തിരക്കിലായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് ഇത്തവണ ഗിഫ്റ്റും ഔട്ടിങ്ങും അല്ലേ ഗ്രാൻഡ്പാ? ഉണ്ടല്ലോ പ്രിൻസ് മോനെ. പക്ഷെ അത് നാളെയല്ല, ഇന്നാണെന്ന് മാത്രം. ഹായ്, ഇന്നോ? മോൻ എന്നാൽ കൂട്ടുകാരോടെല്ലാം ഇങ്ങോട്ടേക്ക് വരാൻ പറ. ശരി ഗ്രാൻഡ്പാ. ഹലോ സ്റ്റെഫി, ഗുഡ് മോർണിംഗ്. ഹായ് പ്രിൻസ്, ഗുഡ് മോർണിംഗ്. സ്റ്റെഫി ഇന്ന് ഫ്രീ ആണല്ലോ അല്ലേ? ഇല്ല പ്രിൻസ്, ചിലപ്പോ ടൗണിൽ ഒന്ന് പോകേണ്ടി വരും. എന്താ പ്രിൻസ്? ഗ്രാൻഡ്പാ നമ്മളെ എല്ലാവരെയും ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ആണോ? എങ്കിൽ കാര്യമായ കാര്യം എന്തെങ്കിലും കാണും. എന്റെ പ്രോഗ്രാംസ് ഞാൻ മാറ്റിക്കോളാം. ഇത്ര പെട്ടെന്ന് തീരുമാനമായോ? പിന്നല്ലാതെ. പ്രിൻസ് ബാക്കി എല്ലാവരെയും വിളിച്ചറിയിക്ക്. അപ്പോഴേക്കും ഞാൻ എത്തിയേക്കാം. ഓക്കെ സ്റ്റെഫി. ഹലോ റോമാക്സ്. ഹലോ ആദം. ഗുഡ് മോർണിംഗ് ഗ്രാൻഡ്പാ. ഗുഡ് മോർണിംഗ് മക്കളെ. എന്താ ഗ്രാൻഡ്പാ വിശേഷം? പ്രിൻസ് ഒന്നും പറഞ്ഞില്ല? ഇല്ല ഗ്രാൻഡ്പാ, ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതി. ഇനിയും കാത്തിരിക്കാൻ വയ്യ, ഒന്ന് പറയൂ ഗ്രാൻഡ്പാ. വേറൊന്നുമല്ല മക്കളെ, നാളെ ശിശുദിനമല്ലേ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് കരുതിയിട്ടുണ്ട്. ഹായ്. ഗ്രാൻഡ്പാ ഞങ്ങളെ കഴിഞ്ഞ പ്രാവശ്യം കറങ്ങാനും കൊണ്ടുപോയിരുന്നു. മിടുക്കൻ. റോമക്സിന് നല്ല ഓർമ്മയുണ്ടല്ലോ. ശരിയാ, ഞാനും ഓർക്കുന്നു. ശരി ശരി, ആദ്യം നിങ്ങൾക്ക് ആ ഗിഫ്റ്റ് കയ്യോടെ അങ്ങ് തരാം. പ്രിൻസ് മോനെ, ആ ഗിഫ്റ്റ് ഒക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വന്നേ. ഒന്ന് വേഗം ചെല്ലണ്ടേ പ്രിൻസേ. ഗ്രാൻഡ്പാ ഓരോ പ്രാവശ്യവും തന്ന ഗിഫ്റ്റുകൾ ഞാൻ അതാത് വർഷങ്ങൾ എഴുതിയ സൂക്ഷിച്ചിരിക്കുന്നത്. എന്റെ സ്റ്റെഫി, ഒരു മയത്തിലൊക്കെ കള്ളം പറ. സാരമല്ല സ്റ്റെഫി, നല്ല രസമുണ്ട് കേൾക്കാൻ. സ്റ്റെഫി പറഞ്ഞോ? ഇത് കണ്ടോ ഗ്രാൻഡ്പാ? അവര് ചുമ്മാ തമാശ പറഞ്ഞതല്ലേ. ദേ ഗിഫ്റ്റ് വന്നല്ലോ. ഇനി എന്നാ നമുക്കൊന്ന് പുറത്തു പോയാലോ? എന്തു രസമാണ് ഇവരുടെ ജീവിതം, എന്നും സന്തോഷവും ചിരിയും. പക്ഷെ എനിക്കോ ഒരു സന്തോഷവുമില്ല, എന്നും അസുഖവും ഇല്ലായ്മയും മാത്രം. ഇവരുടെ ഗ്യാങ്ങിൽ കൂടാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയാതെ തന്നെ ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടും ഇവരാരും അത് മനസ്സിലാക്കുന്നില്ലല്ലോ. ഇനി അത് മനഃപൂർവ്വമാണോ? ആയിരിക്കും. എങ്കിൽ ഇവരുടെ കൂട്ട് ഞാൻ പൊളിക്കും. കണ്ടോണം.
എന്നിട്ട് ആ ഗ്യാപ്പിൽ ഞാൻ കയറിപ്പറ്റും. റോമെക്സിനെ കരുവാക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. അവനാകുമ്പോൾ എല്ലാവരും വേഗം വിശ്വസിക്കുകയും ചെയ്യും. വരട്ടെ. നാളത്തെ ചടങ്ങിന് നിങ്ങളും എത്തിയേക്കണം കേട്ടോ. വായനശാലയുടെ പുതിയ മുറിയുടെ ഉദ്ഘാടനവും ഉണ്ട്. ഞങ്ങൾ കൃത്യസമയത്ത് തന്നെ അവിടെ കാണും ഗ്രാൻഡ്പാ. തോമസ് ആയിരിക്കും. തോമസേ പറയൂ. ഓക്കെ ഓക്കെ. ദാ വരുന്നു. മക്കളെ സോറി, ഗ്രാൻഡ്പയ്ക്ക് അത്യാവശ്യമായിട്ട് വായനശാല വരെ ഒന്ന് പോകണം. അത് സാരമില്ല ഗ്രാൻഡ്പാ. അവിടെ എന്തോ അത്യാവശ്യം വന്നിട്ടുണ്ടായിരിക്കും. അതാ തോമസ് വിളിച്ചത്. സാരമില്ല ഗ്രാൻഡ്പാ, ഞങ്ങളും വരണോ എന്തെങ്കിലും സഹായത്തിന്? വേണ്ട മക്കളെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കളിച്ചോളൂ. അതും നീ എല്ലാവരെയും നോക്കിക്കോണേ. ഗ്രാൻഡ്പാ നല്ല ആളെ ഏൽപ്പിച്ചത്. അതെന്താ ആദം? ഗ്രാൻഡ്പാ പേടിക്കണ്ട, ഇവരെ ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം. എന്നാ ശരി മക്കളെ, നിങ്ങൾ ഇവിടെ ഇരുന്ന് കളിച്ചോളൂ. നാളെ വായനശാലയിൽ എന്തൊക്കെയാണോ പരിപാടികൾ? കുട്ടികളുടെ എന്തൊക്കെയോ പരിപാടികളുണ്ടെന്നറിയാം, അല്ലാതെ കൃത്യമായി അറിയില്ല. ഫാൻസി ഡ്രസ് മത്സരമൊക്കെ ഉറപ്പായും കണ്ടേക്കും. അത് കണ്ടേക്കുമല്ലേ? എങ്കിൽ ഞാനും ഒരു വേഷം ചെയ്യും. എന്ത് വേഷം? സൊമാലിയയിലെ ഭക്ഷണവും വെള്ളവും കിട്ടാത്ത ബാലൻ. സൊമാലിയയിലെ കുട്ടികളുടെ ഭക്ഷണവും വെള്ളവും മുഴുവൻ കട്ടുതിന്ന ബാലൻ എന്നായിരുന്നെങ്കിൽ നിനക്ക് ഫസ്റ്റ് കിട്ടിയേനെ. റോമെക്സേ, നീ ഇപ്പോൾ തല്ലിക്കെടുത്തിയത് നാടറിയാൻ പോകുന്ന ഒരു കലാകാരനെ ആയിരിക്കാം. അല്ലല്ല, റോമെക്സ് തല്ലിക്കെടുത്തിയത് ഒരു കലാകാരനെ തല്ലിക്കെടുത്താനുള്ള നാട്ടുകാരുടെ അവസരമാണ്. പിന്നല്ലാതെ. എന്റെ ആദം, നിനക്ക് ചേരുന്ന എത്രയോ വേഷങ്ങളുണ്ട്. അതെന്തെങ്കിലും ചെയ്താ പോരെ? മതിയല്ലേ? ഓക്കെ. അവര് വരാൻ ഒരല്പം കൂടെ സമയമെടുക്കും. നമുക്കൊരു 10 മിനിറ്റ് കൂടെ ഇരിക്കാം അല്ലേ? അതിനെന്താ, കൃത്യം 10 മണിക്ക് തന്നെ തുടങ്ങണം. എങ്കിലേ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കൂ. അതിനെന്താ തോമസേ, കാര്യങ്ങളൊക്കെ ഏകദേശം എല്ലാം ഓക്കെ അല്ലേ? ഒരു വണ്ടിയുടെ ശബ്ദമല്ലേ കേൾക്കുന്നത്? അവരായിരിക്കും അത്. നമുക്കെന്നാൽ അകത്തേക്ക് പോകാം. ശരിയാ. എന്നാ ശരി, എല്ലാം പറഞ്ഞ പോലെ നാളെ നേരത്തെ വരണേ. ആയിക്കോട്ടെ തോമസേ. മോനെ, നീ എങ്ങോട്ടാ? ഹായ് ഗ്രാൻഡ്പാ, ഞാൻ ചുമ്മാ നടക്കാൻ ഇറങ്ങിയതാ. ആണോ? ഞാൻ നിനക്കൊരു ഗിഫ്റ്റ് തരാം. നാളെ ശിശുദിനത്തിന് കുട്ടികൾക്ക് കൊടുക്കാൻ വാങ്ങിയതാ. ഇന്നാ പിടിച്ചോളൂ. താങ്ക് യു ഗ്രാൻഡ്പാ. അല്ല ഫിലിക്സ്, ഫ്രീ ആണെന്നല്ലേ പറഞ്ഞത്? എന്നാ കയറിക്കോളൂ. ഞാൻ നിന്റെ ഫ്രണ്ട്സിന്റെ അടുത്താക്കി തരാം. അവരെല്ലാവരും ഗ്രൗണ്ടിലുണ്ട്. ഓക്കെ ഗ്രാൻഡ്പാ. നിന്നെ ഞാൻ ഗ്രൗണ്ടിന്റെ അടുത്ത് തന്നെ ഇറക്കാം. ഗ്രാൻഡ്പയ്ക്ക് അത്യാവശ്യമായിട്ട് വീട് വരെ ഒന്ന് പോകേണ്ടതുണ്ട്. സാരമില്ല ഗ്രാൻഡ്പാ, ഞാൻ പൊയ്ക്കോളാം. മോൻ എന്നാ
ഇവിടെ ഇറങ്ങിക്കോളൂ. ആ വളവിന്റെ അപ്പുറത്ത് പ്രിൻസും കൂട്ടുകാരുമുണ്ട്. ശരി ഗ്രാൻഡ്പാ. ഓക്കെ ഫെലിക്സ്, കാണാം. അതാരാണെന്ന് നോക്കിയേ. ഹായ് ഫ്രണ്ട്സ്. ഫെലിക്സേ, നീ ഇതെപ്പോൾ വന്നു? അതെ, ഞാനും കണ്ടില്ല. ഫെലിക്സേ, നീ കളിക്കാൻ കൂടുന്നോ? അതെ, നീയും കൂടെ ചേർന്നാ നല്ല രസമായിരിക്കും. ഇല്ല ഫ്രണ്ട്സ്, നിങ്ങൾ കളിച്ചോളൂ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അതെന്താ നിന്റെ കയ്യില്? ആ, ഗ്രാൻഡ്പയാണ് എന്നെ ഇവിടെ ഡ്രോപ്പ് ചെയ്തത്. ഇത് ഗ്രാൻഡ്പയുടെ ഗിഫ്റ്റ് ആണ്. ഗ്രാൻഡ്പ ഞങ്ങൾക്കും ഇന്ന് ഗിഫ്റ്റ് തന്നിരുന്നു. ദേ അവിടെ വച്ചിരിക്കുന്നു. ആദം, നീയൊന്ന് ചോദിച്ചേ കളിക്കുന്നുണ്ടോന്ന്. ഫെലിക്സേ, ഹൈഡ് ആൻഡ് സീക്ക് ആണ് കളിക്കുന്നത്. നീയും വാ. ആഡം, എനിക്ക് തീരെ സുഖമില്ലാത്തത് കൊണ്ടാണ് ഞാൻ കളിക്കാത്തത്. നിങ്ങൾ കളിച്ചോളൂ. വയ്യെങ്കിൽ അവൻ റെസ്റ്റ് എടുത്തോട്ടെ. അതെ, നമുക്ക് കളിക്കാം. കുട്ടികളെവിടെ? അവർ ഗ്രൗണ്ടിലുണ്ട്. ഞങ്ങൾ ഗ്രൗണ്ടിലിരിക്കുമ്പോഴാ എനിക്ക് തോമസിന്റെ കോള് വന്നത്. അവിടെ ചെന്നിട്ട് പിന്നെ മീറ്റിംഗ് ഒക്കെ കഴിഞ്ഞായി ഇറങ്ങിയത്. അവസാനമാ ഓർത്തത് മരുന്ന് കഴിക്കാനുണ്ടായിരുന്നല്ലോന്ന്. ഞാൻ എന്നാ മരുന്നെടുക്കാം. കുട്ടികളെ കൊണ്ടുവരാൻ ഇനി പോകണോ? ഇപ്പോൾ ചെന്നാലും അവരുടെ കളി കഴിഞ്ഞു കാണില്ല. സാരമില്ല, മരുന്ന് കഴിച്ചതല്ലേ ഉള്ളൂ. ഒന്ന് വിശ്രമിച്ചിട്ട് പോകാം. ശരി. എന്നാൽ ഫ്രണ്ട്സ്, ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. അമ്മ ഒറ്റക്കേ ഉള്ളൂ. എന്നാൽ ശരി ഫിലിക്സ്, നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ. എന്നോട് കളിച്ചാൽ ഇങ്ങനെയിരിക്കും. ഇനി വയ്യേ, കളി നിർത്താം. ശരിയാ, ഞാനും തളർന്നു. ശരിയാ, നമുക്ക് നിർത്താം. വരൂ, നമുക്ക് ആ ബെഞ്ചിൽ പോയി വിശ്രമിക്കാം. നോക്കിക്കേ, ഒരു ബോക്സ് കുറവാണല്ലോ. കർത്താവേ, എന്റെ ഗിഫ്റ്റ് ബോക്സ് ആണ് കാണാതായത്. ഇത് ആരെടുത്തോണ്ട് പോകാനാ? നമ്മൾ മുഴുവൻ സമയം ഇവിടെ ഉണ്ടായിരുന്നല്ലോ. അതെ. റോമിക്സേ, ഇത് നീ ഒപ്പിച്ച പണിയല്ലേ? ഞാനോ? ഞാൻ ഒളിച്ചിരുന്നപ്പോ നീയല്ലേ ഇത് എടുത്തു മാറ്റിയത്? ഞാനല്ല സ്റ്റെഫി, എന്നെ വിശ്വസിക്ക്. റോമിക്സ്, ഒന്നും പറയണ്ട, ഞാൻ ഗ്രാൻഡ് ബോയോട് പറഞ്ഞു കൊടുത്തോളാം. റോമിക്സ്, ഇനി നീയെങ്ങാനും. ആദം, റോമിക്സ് ഇത്രയും നേരം നമ്മുടെ കൂടെയല്ലേ കളിച്ചിരുന്നത്? പിന്നെ എങ്ങനെയാ റോമിക്സ് ഇത് ചെയ്യുക? അതും ശരിയാണ്, പക്ഷേ അതെ, ഇതിനിടയ്ക്ക് എന്തോ സംഭവിച്ചിരിക്കുന്നു. ഇവന്റെ ഇത്രയും നാളത്തെ പെർഫോമൻസ് വെച്ചിട്ട് സ്റ്റെഫി,
ഇവനെ സംശയിച്ചതിൽ കുറ്റം പറയാൻ പറ്റില്ല. വരൂ, നമുക്ക് ഗ്രാൻഡ്പായുടെ അടുത്തേക്ക് തന്നെ പോകാം. അതെ, ഗ്രാൻഡ്പ ഇതിനൊരു തീരുമാനമാക്കിക്കൊള്ളൂ. അതെ, വരൂ. പറ, എന്താണ് സംഭവിച്ചത്? ഗ്രാൻഡ്പാ, ഈ റോമിക്സ് തന്നെ എന്റെ ഗിഫ്റ്റ് ഒളിപ്പിച്ചു വെച്ചത്. ഇല്ല ഗ്രാൻഡ്പാ, ഞാനത് ചെയ്തിട്ടില്ല. സ്റ്റെഫിക്ക് ഇതെങ്ങനെ മനസ്സിലായി ചെയ്തത് റോമക്സ് ആണെന്ന്? റോമിക്സ് ഇങ്ങനെയൊക്കെ ചെയ്യുള്ളൂ ഗ്രാൻഡ്പാ. ആ, എന്നെ പറ്റിയൊക്കെ സ്റ്റെഫിക്ക് അപ്പോൾ നല്ല അഭിപ്രായമാണല്ലേ? അത് സാരമില്ല സ്റ്റെഫി. സ്റ്റെഫിക്ക് ഞാൻ മറ്റൊരു സമ്മാനം തരാം. അപ്പോൾ പ്രശ്നം തീരില്ലേ? കണ്ടോ, സ്റ്റെഫിക്ക് ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണത്. അത് പിന്നെ വർഷം എഴുതി സൂക്ഷിക്കാനുള്ളതല്ലേ? ആർക്കായാലും വിഷമം വരും. ഇത് കണ്ടോ ഗ്രാൻഡ്പാ? നിങ്ങളുടെ ഒരു കാര്യം. ഗ്രാൻഡ്പ, ഇപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഞങ്ങൾക്ക് ഒരു കഥ കൂടി പറഞ്ഞതാ. ഇപ്പോഴോ? പ്ലീസ് ഗ്രാൻഡ്പാ. ശരി ശരി, എന്നാൽ ഹൊസേയുടെയും സാലസിന്റെയും കഥ പറയാം. ഈ കഥ നിങ്ങൾക്കും ഇഷ്ടപ്പെടും, ശ്രദ്ധിക്കണേ. ഹൊസേയും സാലസും കൂട്ടുകാരായിരുന്നു. ഒരിക്കൽ എന്തോ ഒരു നിസാര കാര്യത്തിന് അവർ വഴക്കുകൂടി. അവസാനം അത് കയ്യേറ്റത്തിലും കത്തിക്കുത്തിലും അവസാനിച്ചു. ഹൊസേ പിടഞ്ഞു മരിച്ചു. പശ്ചാത്താപ വിവശനായ സാലസ് രക്തം പുരണ്ട കൈകളുമായി ഹൊസേയുടെ വീട്ടിലേക്ക് ഓടി. അയാൾ ഹൊസേയുടെ മാതാവിനോട് കുറ്റമേറ്റു പറഞ്ഞു. ആ മാതാവിന് സങ്കടം സഹിക്കാനായില്ല. അവർ വിതുമ്പി, അപകടം പിടഞ്ഞതാണ്, എന്ത് പരിഹാരവും ചെയ്യാം, എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ എന്നൊക്കെ സാലസ് പുലമ്പിക്കൊണ്ടിരുന്നു. അപ്പോൾ വാതിലിൽ ആരോ മുട്ടുന്ന ശബ്ദം കേട്ടു. ആ മാതാവിന്റെ ഏങ്ങലടി പെട്ടെന്ന് നിലച്ചു. എന്തോ ഉറപ്പിച്ചതുപോലെ വേഗം കട്ടിലിനടിയിൽ ഒളിക്കൂ എന്ന് സാലസിനോട് അവർ പറഞ്ഞു. ശേഷം അവർ വാതിൽ തുറന്നു. ഒരു പറ്റം പട്ടാളക്കാർ. കാര്യമെന്താണെന്ന് തിരക്കിയ ആ മാതാവിനോട് പട്ടാളക്കാർ, നിങ്ങളുടെ മകന്റെ കൊലയാളി ഇവിടേക്ക് വന്നതായി അറിഞ്ഞു, എവിടെയാണ് അയാൾ എന്നാരാഞ്ഞു. അപ്പോൾ ആ മാതാവ് പട്ടാളക്കാരോടായി പറഞ്ഞു, ഇവിടെ നിന്ന് വെറുതെ നേരം കളയാതെ ആ കുറ്റവാളി എങ്ങോട്ടാണ് പോയതെന്ന് കണ്ടുപിടിക്കൂ. പട്ടാളക്കാർ നിരാശരായി മടങ്ങി. അവർ സാലസിന്റെ അടുത്തെത്തിയിട്ട് പറഞ്ഞു, വേഗം കുളിച്ച് വേഷം മാറൂ, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു, ദൈവവും നിന്നോട് ക്ഷമിക്കട്ടെ. അകലെ എവിടെങ്കിലും പോയി നിന്റെ പാപത്തിന്റെ പരിഹാരം ചെയ്യൂ. ഹൊസേയുടെ ബാഗും വസ്ത്രങ്ങളും നിനക്ക് കൊണ്ടുപോകാം. നമുക്കെതിരെ ചെയ്യപ്പെടുന്ന എല്ലാ തെറ്റും കുറ്റവും ക്ഷമിക്കുക എന്നത് ദൈവം നമ്മോട് ക്ഷമിക്കുന്നതിനുള്ള നിബന്ധനയാണ്. നല്ല കഥ, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എത്ര നല്ല സന്ദേശമുള്ള കഥ അല്ലേ? പ്രിൻസ് മോനെ, അതാരാണെന്നൊന്ന് നോക്കിക്കേ. ശരി ഗ്രാൻഡ്പാ. റോമിക്സ്, എനിക്ക് നിന്നോട് പിണക്കൊന്നുമില്ല കേട്ടോ. ആ ഗിഫ്റ്റ് നീ എടുത്തോ. എന്റെ കർത്താവേ, ഞാനിതെങ്ങനെയാ സ്റ്റെഫിയെ പറഞ്ഞു മനസ്സിലാക്കുക? ഒരു വഴി കാട്ടിത്തരണേ കർത്താവേ. ഗ്രാൻഡ്പാ, ദേ സ്റ്റെഫിയുടെ ഗിഫ്റ്റ്. അതാരാണ് കൊണ്ടുതന്നത്? അതറിയില്ല,
ആരോ ഗിഫ്റ്റ് വരാന്തയിൽ വെച്ചിട്ട് പോയി. അതെന്താ ഒരു കുറിപ്പ്? സോറി ഫെലിക്സ്. കർത്താവേ നന്ദി. റോമെക്സ്, എന്നോട് ക്ഷമിക്കൂ. ഞാൻ കാര്യങ്ങൾ അറിയാതെ. ചെയ്യാത്ത കുറ്റത്തിനാണെങ്കിലും സ്റ്റെഫിയും എന്നോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാട്ടിയില്ലേ? അപ്പോ ഞാനും തിരിച്ചു ക്ഷമിക്കണ്ടേ? സാരമില്ല. താങ്ക് യു റോമെക്സ്. കർത്താവേ, അങ്ങേക്ക് നന്ദി. Prince and Friends.